ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശരത്തും റന ഫാത്തിമയും പ്രവീണും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരത്ത് പറയാണ്, ഞാനൊന്നും ന്യായീകരിക്കുന്നില്ല, എനിക്ക് ആരോടും വ്യക്തിവിരോധം ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇന്നലെ തന്നെ കണ്ടില്ലേ, അനുമോളുമായിട്ട് RJ ബിൻസിയും ഇവിടെ നല്ല രീതിയിലുള്ളൊരു ഫൈറ്റ് ഉണ്ടായി. അതിനകത്ത് ഞാനും ഇടപെട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് അത് പ്രശ്നമാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഞാൻ അവളോട് പോയി ഹാപ്പി ആയിട്ട് സംസാരിച്ചു. എനിക്കിവിടെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അനുമോളോട് പറഞ്ഞ് ഞാൻ ആ ഒരു പ്രശ്നത്തെ അവിടെ പരിഹരിച്ചു. ശരിക്കും പറഞ്ഞാൽ മസ്താനിയായിട്ട് ഞാൻ മിണ്ടാൻ തന്നെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നു. ഇന്ന് രാവിലെ തന്നെ ഞാൻ ഫുഡ് കഴിച്ചപ്പോൾ ഞാൻ അവളുടെ ഇപ്പുറത്താണ് വന്നിരുന്നത്. എന്നെ ഒന്ന് ശരത്തേട്ടാന്ന് വിളിച്ച്, അവളുടെ പ്രായത്തിന് മൂത്തതാണ് ഞാൻ, എന്നെ ഒന്ന് ശരത്തേട്ടാന്ന് വിളിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ എനിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് ഇപ്പോൾ ഈ RJ ബിൻസിയുമായിട്ട് അവൾ ഈ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, ശരിക്കും പറഞ്ഞാൽ ഞാൻ മിണ്ടായിരുന്നു. ഇന്ന് നെവിൻ രാവിലെ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഒന്നും മിണ്ടാൻ പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ നേരിട്ട സൈബർ ബുള്ളിങ്ങിനെക്കാട്ടി ഏറ്റവും കൂടുതൽ അവൾ തന്നെയാണ് നേരിട്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കങ്ങനെ അവളോട് പ്രശ്നമൊന്നുമില്ല. അവൾ റിയലായിട്ടാണ് നിന്നതെന്ന് ഇന്ന് രാവിലെ വരെ ഞാൻ വിശ്വസിച്ചിരുന്നു. പക്ഷേ ഈ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞ സമയത്ത് ഇപ്പം എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൾ അഭിനയിച്ച് തന്നെയാണ് നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയതെന്ന്. അപ്പോൾ പ്രവീൺ പറയുന്നുണ്ട്, ഇതൊരു റീയൂണിയനായിട്ട് എല്ലാവരും കാണും, നമുക്ക് പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഒരു വൈരാഗ്യമൊന്നും വെക്കാതെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാനല്ലേ ആഗ്രഹിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവിടെ വന്നവരെ നമുക്ക് വേണമെങ്കിൽ അറ്റാക്ക് ചെയ്യായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് റന ഫാത്തിമ. പക്ഷെ നമ്മളെല്ലാവരെയും സപ്പോർട്ട് ചെയ്തിട്ടല്ലേ നിൽക്കുന്നതെന്ന്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇവരിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അവരവരുടെ കഷ്ടപ്പാട് കൊണ്ട് തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അവർ നല്ല രീതിയിലുള്ള കണ്ടൻറ്റ് കൊടുത്തു, അത് പോസിറ്റീവോ നെഗറ്റീവോ ആയിക്കോട്ടെ. എന്തൊക്കെ പറഞ്ഞാലും അനുമോൾ ഇനിയിപ്പോൾ എത്ര കള്ളിയാണെന്ന് പറഞ്ഞാലും അവൾ എന്താണെങ്കിലും സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് അവൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അതിന് അപ്രിസിയേഷൻ ചെയ്യണം തന്നെയാണ് ശരത്ത് പറയുന്നത്. അത് ശരി തന്നെയാണെന്ന് പ്രവീൺ പറയുന്നുണ്ട്. ഇവർ എല്ലാവരും കണ്ടൻറ്റ് കൊടുത്തിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. കണ്ടൻറ്റ് ഉള്ളവരാണ് ഇപ്പോഴും ഇവിടെ പിടിച്ച് നിൽക്കുന്നതെന്നാണ് പ്രവീൺ പറയുന്നത്. എന്താണെങ്കിലും എനിക്ക് ആരോടും പ്രശ്നമില്ല, ഞാൻ അങ്ങനത്തെ ഒരു പ്രശ്നം കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയല്ല എന്നാണ് ശരത്ത് പറയുന്നത്.